ചോദിച്ചൊരു കാര്യമുണ്ട്. കൊടുങ്ങല്ലൂരിനെ പറ്റി ചോദിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മനുവിന് അറിയുമോ BJP-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്? തൃപ്പൂണിത്തുറ എന്നാ പിടിച്ചോ. രണ്ടു മൂന്ന് കാര്യങ്ങൾ ആരോട് ഞാൻ പറയാം. ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും പരസ്യമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നാണ് ഇവർ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ തുറന്നു കാണിക്കുന്നത്. അഭിപ്രായം എന്താണ്? ഇവരെപ്പോഴാണ് ഇരു മുന്നണികളായി ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മനുവിന് അറിയുമോ? ഞാൻ ചോദിക്കട്ടെ ആര്യ, ഞാൻ അങ്ങയുടെ ഇത്രയും സമയം രണ്ടുപേരും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ മനുവിന് ഞാൻ സമയം അനുവദിക്കും. അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ശരി, ആരാണെന്ന് ആര്യക്ക് അറിയില്ലേ? തൃപ്പൂണിത്തുറയിൽ എനിക്കറിയാം. മനുവിന് അറിയുമോ? അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, എന്റെ തലേന്ന് ഒഴിഞ്ഞു തരൂ. എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ് അത് ആരാണെന്ന് ആര്യക്ക് അറിയില്ലെങ്കിൽ അറിയണ്ട. ഇതൊരു എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. മാധ്യമപ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം BJP-യുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പൊട്ടന്മാര് ലോക പൊട്ടനാണ്. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. BJP-യുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. ഞാൻ ചോദിട്ടെ, NDA മുന്നണിക്ക് ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും ഞാൻ വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്, ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ സാറിന്റെ പേരൊന്ന് പറഞ്ഞതാ. അത് ഞങ്ങളുടെ പ്രൊഫഷനെതിരാ. നിങ്ങൾ റിപ്പോർട്ടറുണ്ട് വിളിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു നോക്കി. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്, ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആരാണ് കാൻഡിഡേറ്റ്? അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്, NDA മുന്നോട്ട് വെക്കുന്നുണ്ട്. പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ നടന്മാർ ഇവിടത്തെ സെലിബ്രിറ്റികൾ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇവിടെ രമേശ് പിഷാരടിയിലെ കോൺഗ്രസിൽ നിന്ന് പാലക്കാട് മത്സരിക്കുന്നത് അതൊന്നും അല്ല. അതിപ്പം കടവിരട്ട മുതൽ ഇങ്ങോട്ട് പല രീതിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആരാണ്? കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കടന്നുരുളാത്ത കാര്യം പറഞ്ഞു. ആര്യ, ഹലോ. എനിക്ക് കേൾക്കാം മനു. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. കേൾക്കുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നമല്ല. ഹലോ, കേൾക്കുന്നില്ല. എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? അല്ല, അത് ഇവിടുന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. അതിന് ഉത്തരം ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അറിയണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി. കാരണം കേരളത്തിൽ പത്രസമ്മേളനം നടത്തി 2020 പ്രഖ്യാപിച്ച NDA മുന്നണി പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ഇപ്പോഴും കേൾക്കുന്നില്ല. ആര്യ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മനുവിനെ കേൾക്കുകയാണ്. ഇവന് ഭ്രാന്ത് മാത്രമല്ല, പട്ടും കിറുക്കും എല്ലാം കൂടെ ഉണ്ട്. കഷ്ടല്ലേ? അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, ഒരു ചാനൽ എന്ന നിലയിൽ 2020 പ്രഖ്യാപിച്ച NDA പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് അത് സമ്മതിച്ചോളാം. ആ ജനങ്ങളോട് നമ്മൾ സമ്മതിക്കും. NDA അവിടെ മത്സരിക്കും.
ആ ചോദ്യം തന്നെ എന്താ ഈ രീതിയിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തോടുള്ള മതിപ്പ് കുറയ്ക്കാനിടയാക്കുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ചില സിനിമാ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. അല്ല, എന്റെ ആ ചോദ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിക്കാൻ അതാരാണെന്ന് ചോദിക്കാൻ വളരെ സിമ്പിൾ ആയ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മനു. എല്ലാ തൊഴിലും അതിന്റേതായ മാന്യത കൊണ്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു ചരിത്ര വിജയം നിങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നേടി. അവിടെ അപ്പം എന്തുകൊണ്ടാണ് BJP ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. അപ്പോൾ BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ വർത്താനം പറയരുത്. അളിയനേക്കാളും ഉള്ളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. അല്ല, ഞാൻ ആര്യ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ, ഇനി അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പറയാം. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അത് ജയിക്കില്ല നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? ചോദിച്ചത് അതല്ല. തൃപ്പൂണിത്തുറയിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി NDA മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മുന്നോട്ട് പോകുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നേ ഞങ്ങളുടെ പെർഫോമൻസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ശരി, ഇവിടെ സഖ്യം ഉണ്ടാക്കിയത് പരസ്യമായ രീതിയിലുള്ളത്. ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ? ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? അതൊന്നും എനിക്കറിയാം. പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? നിനക്കറിയാമോന്ന് എനിക്കറിയില്ല. എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, ഇതിലൊരു അതും ഞാൻ ഒരു കാര്യം പറയാം. കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചേർന്ന് വന്ന ഒരാളാണ്. ശരി, മൊത്തം പൊളിക്കേണ്ടി വരും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ധാരണയുടെ പേര് മാത്രമാണ് ഇന്ത്യ മുന്നണി. ഭഗവാനെ, ഈ പരീക്ഷണം ഇനി നിർത്താറായില്ല. കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ല നിൽക്കുന്നത്. CPM-ഉം കോൺഗ്രസും സെപ്പറേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എല്ലാത്തിനും ഇന്ത്യ മുന്നണിയിൽ കെട്ടണ്ട. ഇനി നിങ്ങളുടെ തൃപ്പൂണിത്തുറയിലെയും കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെ അത് ഞങ്ങൾ പറയില്ല എന്ന് മസിൽ പിടിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നടന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ആളില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ചക്കയും ചുമന്ന് നടക്കുന്നത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും.